ഇന്നലത്തെ പടമാണ് എൻ്റർടൈൻ മാത്രമാണ്. ഇപ്പോൾ ഇത് എൻ്റർടൈനറുമാണ്, ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്. ട്രെയിലർ നമ്മൾ എന്ത് കണ്ടു അതേപോലെ തന്നെയുണ്ട്. അവസാനം ക്ലൈമാക്സ് ആകുമ്പോൾ കുറച്ച് ഇമോഷണലാവും. അങ്ങനത്തെ മൂവീസ് ഇപ്പോൾ കുറവാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഉഗ്രനാണ്, സ്ക്രിപ്റ്റാണ്. എടുത്തു പറയാവുന്ന ലിജോ മോളുടെയും സംഗീതത്തിൻ്റെ പെർഫോമൻസാണ്. ട്രാഫിക് ഫുൾ ത്രില്ലറാണല്ലോ. ഇതിൽ കുറച്ച് ഇമോഷൻസ് എല്ലാം ഉണ്ട്. എന്തായാലും ലിസ്റ്റിനാലെ കാശ് കിട്ടി എന്ന് പറയാം. പടം അടുത്ത 100 കോടി തന്നെയാണ്. നിവിൻ പോളിയുടെ അടുത്ത 100 കോടിയാണ്. ഒരുപാട് ട്വിസ്റ്റ് ഒരുപാടുണ്ട്. പിന്നെ നല്ല മെസ്സേജ് ഉണ്ട്. സംഗീതം ലിജോ മോൾ സംഗീതം താഴ്ത്തുന്നുണ്ട്. നിവിൻ പോളി പഴയ ഒരു ലാലിറ്റൻ സ്റ്റൈലാണ്. ബോയ് നെക്സ്റ്റ് ഡോർ സാധാരണക്കാരനായിട്ട്. എന്തായാലും പടം ഹിറ്റാണ്, ഉറപ്പാണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മെയിനായിട്ട് ഇതിൽ നിവിൻ പോളി എന്നുള്ള ഒരു താരത്തെ വെച്ചല്ല അവർ പ്രൊജക്റ്റ് ചെയ്തത്. അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇവൻറ്റിൽ പറഞ്ഞു അങ്ങനെ ഈ സിനിമയെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിനകത്ത് കഥയ്ക്കാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ്. അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സംഗീത്, ലിജോ മോള്, അഭിമന്യു എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പിന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു ബേബി ഗേൾ, പെൺകുട്ടി, അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു മെസ്സേജും സിനിമ തരുന്നുണ്ട്. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാഫിക് പോലീസിങ്, അതുപോലുള്ള ത്രില്ലിങ് മൊമെൻറ്റ്സ്, അത് സാംസിയൻസിൻ്റെ BGMോടുകൂടി തിയേറ്ററിൽ കാണുമ്പോൾ ഗംഭീര ഗ്രിപ്പിംഗ് ആണ്. സമയം പോയത് അറിയേയില്ല. ഓരോ സീനും വളരെ നാച്ചുറലായിട്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അവസാനം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇമോഷണലി കാണുന്നവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല മെസ്സേജുള്ള നല്ല ത്രില്ലിങ് മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ബേബി ഗേൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് കണ്ടിറങ്ങിയതുകൊണ്ട് ഫുൾ എക്സ്പീരിയൻസ് ഭയങ്കര നൈസായിരുന്നു. കുറേ പഠിക്കാൻ പറ്റി. പിന്നെ ഫസ്റ്റ് ഫിലിം പോലെയല്ല ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്ത്. അരുൺ സാർ ആണെങ്കിലും ലിജോ ചേച്ചി, സംഗീതാട്ടൻ, ഇവർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ആക്ച്വലി കഥ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെയാണ്, ഇത്തരം ട്വിസ്റ്റ് ഉണ്ട്, ടേൺസ് ഉണ്ടെന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി. താങ്ക് യു. ബേബി ഗേൾ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. ഇത് കണ്ട് നമുക്ക് ഫൈനലിൽ നമുക്ക് ഒരിക്കലും കണ്ണ് നനയാണ്ട് പോകാൻ പറ്റില്ല. അത്ര നല്ല ഗംഭീര സിനിമയാണ്. നിവിൻ പോളിയുടെ കരിയറിലെ ഇപ്പോൾ അടുത്തുള്ളൊരു 3ാമത്തെ ഹിറ്റാണ്. OTT ഹിറ്റ് നടന്നു, അതിനുശേഷം സർവമായ എന്ന് പറയുന്നൊരു ഹിറ്റ് നടന്നു, അതിനുശേഷം വന്ന ബേബി ഗേൾ എന്ന് പറഞ്ഞ ഈ സിനിമ ഇത് ഹിറ്റ് സിനിമ തന്നെയാണ്. കാരണം ഇത് ഒരുപാട് കുടുംബ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന സിനിമയാണ്. ഇത് നമ്മളുടെ ബാംഗ്ലൂർ നഗരങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാണേണ്ട സിനിമയാണ്. ഇത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും മാതാപിതാക്കൾ കാണുക. ഇത് ഒരു നല്ല മൂല്യമുള്ള, നല്ല കലാമൂല്യമുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതൊരു കൊലപാതകത്തിൻ്റെ അത്തരം ഒരു അന്വേഷണ സിനിമയല്ല. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന, നമ്മുടെ നാടുകളിലുണ്ടാവുന്ന കഥ തന്നെയാണ്. കാരണം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ. മക്കളെയൊക്കെ ഉപേക്ഷിക്കുന്നു, മക്കളെ പ്രസവിച്ചതിന് ശേഷം അമ്മത്തൊട്ടിൽ പോലുള്ള സംഭവങ്ങളെ കൊണ്ട് കളയുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം സിനിമകളാണ് നമുക്ക് സഹായിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ വീണ്ടും തരുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നല്ല രസമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ട്രാഫിക് പോലത്തെ മൂവി സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന ആൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും. ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന ലിജോ എന്ന് പറയുന്ന ആ നടി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സന്ദീപ് സംഗീതം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജാഫർ ഇടുക്കി ചെയ്തിട്ടുണ്ട്, അസീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷമ്മിത്തിലേൻ്റെ മോൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഒരുപാട് പ്രേക്ഷകരിലേക്ക്, കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിന് മുമ്പ് ആകാശദൂത് പോലുള്ള സിനിമകളൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ തിയേറ്ററിൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള സിനിമ എന്താണ്? ഇടി വെടി പുക എന്ന് പറഞ്ഞാൽ വെട്ട് കുത്ത് കൊലപാതകം. ഇതാണ് ക്രൈം ത്രില്ലറായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ, ഇത്തരം കഥകൾ നമ്മൾ സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം സിനിമകൾ ഇവിടെ വിജയിക്കേണ്ടതുണ്ട്. നമുക്കൊരു തിരിച്ചറിവാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ നമുക്ക് അറിവുണ്ടാവുന്നത്. അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. മാതാപിതാക്കൾ കാണുക, അതായത് മക്കളില്ലാത്ത അച്ഛനമ്മമാർ കാണുക, സഹോദരങ്ങൾ കാണുക, ഒരു സഹോദരിക്ക് വേണ്ടി ഒരു സഹോദരൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണുക. ഇതൊരു വലിയ സിനിമ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലൊരു പാഠമാകും. നിങ്ങൾക്കൊരു ചെറിയൊരു അനുഭവമെങ്കിലും ഈ ജീവിതത്തിൽ ഈ പടത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട നല്ല സിനിമയാണ്. കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കും. ഇത് ഒരു നിവിൻ പോളിയുടെ കരിയറിലെ ഇപ്പോൾ അടുത്തൊരു 3ാമത്തെ ഹിറ്റാണ്. ലാലേട്ടന് ശേഷം എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ക്യൂട്ട്നെസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ നിവിൻ പോളി തന്നെയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് വലിയൊരു ആരാധനയുണ്ട്. എന്തായാലും മികച്ച നടനും, മികച്ച ഡയറക്ടറും, മികച്ച റൈറ്ററും, അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ്, ഡബ് എല്ലാം എന്തുകൊണ്ടും ഒരു മികച്ച സിനിമയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക. നല്ല ഗംഭീര സിനിമ.